Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ബീഹാർ ഹൊറർ. ഹൊറർ എന്നതിനർത്ഥം ഭയങ്കുരത്വം, ഭീകരത, ഭയം, ഇതൊക്കെയാണ് അർത്ഥം. ബീഹാറിൽ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഭയം ഉണ്ടാക്കുന്ന സംഭവം. മാൻ, ഒരു പുരുഷൻ. അലേജഡ്ലി ഓഫേഴ്സ്. അലേജഡ്ലി എന്നാൽ ഇവിടെ പറയപ്പെടുന്നത് എന്നുള്ള അർത്ഥം. അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മാൻ അലേജഡ്ലി ഓഫേഴ്സ്. ഓഫർ എന്നാൽ സമർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു പുരുഷൻ സമർപ്പിക്കുന്നു. സെവേർഡ് ജെനിറ്റൽസ്. സെവേർഡ് എന്നാൽ ഛേദിക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ്, മുറിച്ചു മാറ്റപ്പെട്ട. ജെനിറ്റൽ എന്നാൽ അർത്ഥം ലൈംഗികാവയവം എന്നുള്ള അർത്ഥമാണ്. ലൈംഗികാവയവങ്ങൾ ഒരു പുരുഷൻ സമർപ്പിക്കുന്നു അറ്റ് ശിവ ടെമ്പിൾ. ഒരു ശിവ ടെമ്പിൾ എന്നാൽ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. ആഫ്റ്റർ, അതിനെ തുടർന്ന്. ഫൈറ്റ് വിത്ത് വൈഫ്. ഫൈറ്റ് എന്നാൽ വഴക്ക്, ഭാര്യയുമായിട്ട് വഴക്കിലേർപ്പെടുന്നു. അതിനെ തുടർന്ന്, അതിനുശേഷം ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവങ്ങൾ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. കണ്ടീഷൻ, അവസ്ഥ. ക്രിട്ടിക്കൽ എന്നാൽ ഗുരുതരാവസ്ഥ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണ്. ഇതാണ് തലക്കെട്ട്. ബീഹാറിൽ ഒരു ഭയാനകമായിട്ടുള്ളൊരു സംഭവം. ഒരു പുരുഷൻ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഛേദിക്കപ്പെട്ടിട്ടുള്ള ലൈംഗികാവയവം സമർപ്പിച്ചു. ഭാര്യയുമായിട്ടുള്ള വഴക്കിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണ്. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. എ ഹൊറിഫയിങ് ഇൻസിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ഹൊറിഫയിങ് എന്നാൽ ഭയപ്പെടുത്തുന്ന, ഒരു ഭയപ്പെടുത്തുന്ന സംഭവം. ഫ്രം ബീഹാർ സസാരം. ബീഹാറിൽ നിന്നുള്ള ഈ സസാരം എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം, അവിടെ നിന്നാണ് ഈ സംഭവം. ഹാസ് ഷോക്ക്ഡ്, ആ സംഭവം ഞെട്ടിത്തരിപ്പിച്ചു. റെസിഡൻസ് എന്ന് വെച്ചാൽ നിവാസികൾ, അവിടെയുള്ള നിവാസികളെ ഈ സംഭവം ഞെട്ടിത്തരിപ്പിച്ചു. ആഫ്റ്റർ, അതിനെ തുടർന്ന് എ 25 ഇയർ ഓൾഡ് മാൻ, ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ അലേജഡ്ലി മ്യൂട്ടിലൈറ്റഡ് ഹിംസെൽഫ് ഇൻസൈഡ് എ ശിവ ടെമ്പിൾ. മ്യൂട്ടിലേറ്റ് എന്നുള്ള അർത്ഥം ഛേദിക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ഛേദിച്ചു. ഹിംസെൽഫ്, അദ്ദേഹം സ്വയം ഛേദിച്ചു. അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവം ഛേദിച്ചു. ഇൻസൈഡ് എ ശിവ ടെമ്പിൾ, ഒരു ക്ഷേത്രത്തിന് അകത്ത് വെച്ച്. ആൻഡ് അറ്റംപ്റ്റഡ്, അദ്ദേഹം ഛേദിച്ച്. അറ്റംപ്റ്റഡ്, ശ്രമിച്ചു. ടു ഓഫർ ഹിസ് സെവേർഡ് ജെനിറ്റൽസ്, അദ്ദേഹത്തിൻ്റെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ലൈംഗികാവയവങ്ങൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ ശ്രമിച്ചു. ഫോളോവിങ്, അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇതിനെ ശ്രമിച്ചത്. എ ബിറ്റർ ഫൈറ്റ് വിത്ത് ഹിസ് വൈഫ്. ബിറ്റർ എന്നാൽ അർത്ഥം ഇവിടെ തീവ്രമായ എന്നുള്ള അർത്ഥമാണ്. വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു വഴക്കിൽ ഭാര്യയുമായി ഏർപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ജെനിറ്റൽസ് ഛേദിച്ച് അത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. ഈ സംഭവം അവിടെയുള്ള ബീഹാറിലെ സസാരം എന്ന പേരുള്ള ഈ സ്ഥലത്തുള്ള നിവാസികളെ ഞെട്ടിത്തരിപ്പിച്ചു, ഭയപ്പെടുത്തി. ദ മാൻ, ആ പുരുഷൻ. അദ്ദേഹം റിപ്പോർട്ടഡ്ലി എന്നാൽ ലഭിച്ച വിവരപ്രകാരം സഫേർഡ് മാസീവ് ബ്ലഡ് ലോസ്. മാസീവ് എന്നാൽ അർത്ഥം വളരെ വലിയ എന്നുള്ള അർത്ഥം. വലിയ തോതിലുള്ള രക്തം അദ്ദേഹത്തിന് നഷ്ടമായി. ലോസ് എന്നാൽ നഷ്ടപ്പെട്ടു. ആൻഡ് ഡീപ്പ് നെക്ക് ഇഞ്ചുറീസ് ഡ്യൂറിങ് ദി ആക്ട്. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. ഡ്യൂറിങ് ദി ആക്ട് എന്നാൽ ഈ പ്രവൃത്തിക്കിടയിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ അദ്ദേഹത്തിന് രക്തം നഷ്ടമായി. നെക്ക് എന്നാൽ കഴുത്ത്, അതുപോലെ മുനമ്പ്, ഇതൊക്കെയാണ് അർത്ഥം. മുനമ്പ് ഭാഗത്ത് അദ്ദേഹത്തിന് ആഴത്തിലുള്ള മുറിവുകളേറ്റു. ഈ പ്രവൃത്തിക്കിടയിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ രക്തം നഷ്ടമായി. ഈസ് നൗ ബാറ്റ്ലിംഗ്, അദ്ദേഹം ഇപ്പോൾ. നൗ ബാറ്റ്ലിംഗ്. ബാറ്റിൽ എന്നാൽ മല്ലിടുക എന്നുള്ള അർത്ഥമാണ്. ബാറ്റ്ലിംഗ്, അദ്ദേഹം പൊരുതുന്നു. അദ്ദേഹം ഇപ്പോൾ പൊരുതുന്നു ഫോർ ലൈഫ്, അദ്ദേഹം ജീവന് വേണ്ടിയിട്ട് അദ്ദേഹം പൊരുതുന്നു. അറ്റ് എ ഹോസ്പിറ്റൽ, ഒരു ആശുപത്രിയിൽ. ഇൻ വാരണാസിയിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ജീവന് വേണ്ടിയിട്ട് മല്ലിടുന്നു. ആഫ്റ്റർ, അതിനെ തുടർന്ന്, അതിനുശേഷം. ഡോക്ടേഴ്സ് ഡിക്ലെയർഡ്, ഡോക്ടർമാർ പറഞ്ഞു. ഡിക്ലെയർഡ് എന്നാൽ
പ്രഖ്യാപിച്ചു. കണ്ടീഷൻ ക്രിട്ടിക്കൽ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ദ ഡിസ്റ്റർബിംഗ് എപ്പിസോഡ്. ഡിസ്റ്റർബിംഗ് എന്നാൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന സംഭവം. അൺഫോൾഡ്, അത് പുറത്തറിഞ്ഞത് ലേറ്റ് അറ്റ് നൈറ്റ് ഇൻ കുസ്തിറ വില്ലേജ് ഓഫ് സസാരം ഡിസ്ട്രിക്റ്റ്. ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്താണ് ഈ സംഭവം സംഭവിച്ചത്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. അക്കോർഡിംഗ് ടു മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ടെൻഷൻ, സംഘർഷങ്ങൾ ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ഹിസ് വൈഫ്, ഈ പുരുഷനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള സംഘർഷം, വഴക്ക്, ഹാഡ് ബീൻ എസ്കലേറ്റിംഗ് ഫോർ ഡേയ്സ്, ദിവസങ്ങളായിട്ട് അത് തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അലേജഡ്ലി ഓവർ റിപ്പീറ്റഡ് ഡൊമസ്റ്റിക് ഡിസ്പ്യൂട്ട്സ്. റിപ്പീറ്റഡ് എന്നാൽ തുടർച്ചയായിട്ടുള്ള, ഡൊമസ്റ്റിക് ഡിസ്പ്യൂട്ട്സ് എന്നാൽ വീട്ടിലുള്ള വഴക്കുകൾ, ഈ വഴക്കുകൾ. ആൻഡ് പ്രഷർ, ഈ സമ്മർദ്ദവും. റിലേറ്റഡ് ടു ഫിസിക്കൽ റിലേഷൻസ്. പ്രഷർ റിലേറ്റഡ് ടു ഫിസിക്കൽ റിലേഷൻസ് എന്നാൽ ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മർദ്ദങ്ങൾ. ഡൊമസ്റ്റിക് ഡിസ്പ്യൂട്ട്സ് എന്നാൽ ഗാർഹിക തർക്കങ്ങൾ. കുടുംബ വഴക്കുകളും ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും കാരണം ആ മനുഷ്യനും ഭാര്യയ്ക്കും ഇടയിലുള്ള സംഘർഷം ദിവസങ്ങളായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അറൗണ്ട് 10 PM, ഏകദേശം രാത്രി 10 മണിക്ക്, ദ മാൻ റിപ്പോർട്ടഡ്ലി, ലഭിച്ചിട്ടുള്ള വിവരപ്രകാരം, ദ മാൻ, ആ പുരുഷൻ, വോക്ക്ഡ് എന്നാൽ നടന്നുപോയി, അലോൺ തനിച്ച്, ടു എ നിയർ ബൈ ശിവ ടെമ്പിൾ, അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് അദ്ദേഹം രാത്രി നടന്നുപോയി. ക്യാരിയിങ് എ ഷാർപ്പ് വെപ്പൺ എന്നാൽ ആയുധം, ഷാർപ്പ് എന്നാൽ മൂർച്ചയുള്ള, ഒരു ആയുധവുമായിട്ട് അദ്ദേഹം അടുത്തുള്ള ശിവക്ഷേത്രത്തിനടുത്തേക്ക് പോയി. ഏകദേശം രാത്രി 10 മണിക്ക് അദ്ദേഹം തനിച്ച് നടന്നുപോയി. ഇൻ എൻ എക്സ്ട്രീം ആക്ട് അലേജ്ഡ്ലി ഡ്രിവൺ ബൈ ഇമോഷണൽ ഡിസ്ട്രസ് എന്നാൽ തീവ്രമായിട്ടുള്ള മനോവിഷമം എന്നുള്ള അർത്ഥമാണ്, മനോവേദന. എക്സ്ട്രീം ആക്ട് എന്നാൽ തീവ്രമായിട്ടുള്ള പ്രവൃത്തി. ഡ്രിവൺ ബൈ എന്നാൽ നയിക്കപ്പെട്ടത്, അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത്. ഹി ഈസ് സെഡ് ടു ഹാവ്, അദ്ദേഹത്തെ പറയപ്പെടുന്നത്, സെവേർഡ് ഹിസ് ജെനിറ്റൽസ്, അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവങ്ങൾ അദ്ദേഹം ഛേദിച്ചു. ഇൻസൈഡ് ദ ടെമ്പിൾ പ്രമിസസ് എന്നാൽ പരിസരം, ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്തിന് അകത്തു വച്ച് അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവങ്ങൾ ഛേദിച്ചു. ആസ് എൻ ഓഫറിങ്, ഒരു കാണിക്കയായിട്ട്, ഒരു ബലിയായിട്ട്. ബിഫോർ അറ്റംപ്റ്റിംഗ്, ശ്രമിക്കുന്നതിന് മുമ്പായിട്ട്, ടു ഇൻജുർ അതർ പാർട്സ് ഓഫ് ഹിസ് ബോഡി ആസ് വെൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലും അദ്ദേഹം പരിക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവങ്ങൾ അദ്ദേഹം പരിസരത്ത് വെച്ച് മുറിച്ച് അദ്ദേഹം അവിടെ ബലിയായിട്ട് നൽകാൻ ശ്രമിച്ചു. ഹി ഈസ് സെഡ് ടു ഹാവ് എന്നാൽ അദ്ദേഹം ചെയ്തതായിട്ട് പറയപ്പെടുന്നു എന്നാണ് അർത്ഥം. ഹി ഈസ് സെഡ് ടു ഹാവ് സെവേർഡ് ഹിസ് ജെനിറ്റൽസ്, അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റി എന്നതാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മുറിച്ചു മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് അർത്ഥം. വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ, ഹു നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചവർ, ഹിം, അദ്ദേഹത്തെ, ലൈയിങ് ഇൻ എ പൂൾ ഓഫ് ബ്ലഡ്. ലൈയിങ് എന്നാൽ ഇവിടെ കിടക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിട്ട് അദ്ദേഹത്തെ ഈ ഗ്രാമവാസികൾ ശ്രദ്ധിക്കുന്നു, അങ്ങനെ അദ്ദേഹം കിടക്കുന്നതായിട്ട്. ആ ആളുകൾ അവർ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, അലേർട്ടഡ് ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിച്ചു. ആൻഡ് റഷ് ഹിം ടു എ നിയർ ബൈ ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ അദ്ദേഹത്തെ അവർ പെട്ടെന്ന് അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. നിയർ ബൈ എന്നാൽ അടുത്തുള്ള, റഷ് ഹിം ടു എ നിയർ ബൈ ഹെൽത്ത് സെൻറ്റർ എന്നാൽ അദ്ദേഹത്തെ പെട്ടെന്ന് ഒരു അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. അലേർട്ടഡ് എന്നാൽ അറിയിച്ചു, ഇമ്മീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്.
ഡ്യൂ ടു ദ സെവേരിറ്റി എന്നാൽ തീവ്രത എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള പരിക്കുകളുടെ തീവ്രത. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥം. ഡ്യൂ ടു ദ സെവേരിറ്റി ഓഫ് ദി ഇഞ്ചുറീസ്, അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള പരിക്കുകളുടെ തീവ്രത കാരണം ഡോക്ടേഴ്സ് ലേറ്റർ റിഫേർഡ് ഹിം, ഡോക്ടർമാർ അദ്ദേഹത്തെ പിന്നീട് മാറ്റി ടു എ ഹോസ്പിറ്റൽ, ഒരു ആശുപത്രിയിലേക്ക് ഇൻ വാരാണസി ഫോർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്നാൽ മുന്തിയ നല്ല ചികിത്സക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വാരാണസിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചു അദ്ദേഹത്തെ അവിടേക്ക് മാറ്റി. ഡോക്ടേഴ്സ് ട്രീറ്റിംഗ് ഹിം, അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ സെഡ് പറഞ്ഞു, ദി ഇഞ്ചുറീസ്, പരിക്കുകൾ വേർ എക്സ്ട്രീംലി സീരിയസ്, അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള പരിക്കുകൾ വളരെ ഗുരുതരമായതാണ്, വളരെ ഗുരുതരമായിട്ട് അദ്ദേഹത്തിന് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇൻവോൾവിങ് ഡീപ്പ് വോൺസ്, ആഴത്തിലുള്ള മുറിവുകളടക്കം, വോൺസ് എന്നാൽ മുറിവുകൾ. ടു ബോത്ത് ദ ജെനിറ്റൽ ഏരിയ ആൻഡ് നെക്ക്, കഴുത്തിനും അതുപോലെ ലൈംഗികാവയവത്തിൻ്റെ ആ ഭാഗത്തും ഈ രണ്ട് ഭാഗത്തും ഏറ്റിട്ടുള്ള പരിക്കുകൾ അത് വളരെ ആഴത്തിലുള്ളതാണ് എന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു.